അപ്പോൾ ഏട്ടൻ ഫോൺ ചെയ്ത് തരും. ഹായ് ഗായ്സ്, ഹലോ പറയും. ഹായ്. അപ്പോൾ ഞങ്ങൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോകണം. ഞങ്ങളിപ്പോൾ എണീച്ചുള്ളൂ. എണീച്ച് പറഞ്ഞാൽ കുറച്ച് നേരമായി. ഇപ്പോൾ ഒരു 10 മണിയായി. കാരണം ഇപ്പോൾ എനിക്ക് പനിയൊക്കെ മാറി ഇപ്പോൾ ഉഷാറായി വന്നുള്ളൂ. അപ്പോൾ ഇന്ന് ആര്യയുടെ വീട്ടിലാണ്. അപ്പോൾ ആര്യയുടെ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് അത് നിങ്ങളെ കൂടെ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. എല്ലാ കാര്യവും ഉൾപ്പെടുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഞങ്ങൾക്ക് ഫോൺ അവിടെ വയ്ക്കാനൊന്നും പറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഏട്ടൻ മോർണിംഗ് ഡ്യൂട്ടി ചെയ്തിട്ട് വരും. അപ്പോൾ ഞങ്ങൾ കിച്ചണിലേക്ക് പോവാണ്. ഓക്കെ, കിച്ചണിലേക്ക് വന്നു. അതായത് മാമന്റെ മോളുണ്ട് കേട്ടോ. ഹായ് പറയാ അപ്പുലു. ഹലോ. അപ്പോൾ ഞങ്ങളിന്ന് ഡിഷ് വന്നിട്ട് ഇതാണ് ആര്യയുടെ കിച്ചൺ കേട്ടോ. ഇതാണ് ആര്യയുടെ കിച്ചൺ. ഞങ്ങൾക്ക് ഇന്ന് ഡിഷ് വന്നിട്ട് നല്ല ചിക്കൻ മസാല പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആര്യ. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ആവശ്യമുള്ള സാധനങ്ങൾ അരിയുന്നുണ്ട്. ആരാണ് അരിയുന്നത്? അപ്പനുമാണ് അരിയുന്നത്. അപ്പോൾ നമ്മളത് ഇതാ ഒരു ബോൾ കണ്ടോ. ഫുട്ബോൾ അല്ല കേട്ടോ, ആക്ച്വലി ഫുട്ബോൾ അല്ല. ഇത് നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ പോകണം. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു ഐറ്റമാണ് പത്തിരി. അപ്പോൾ ഞങ്ങൾ മാവൊക്കെ കുഴച്ച് ഉരുണ്ടയാക്കി ഇനി പരത്തണം. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അതെ, അപ്പൊ നമ്മള് ട്രൈ ചെയ്ത് നോക്കാന്നേ ഉള്ളൂ. എന്തായാലും എങ്ങനെയായാലും കഴിച്ചിരിക്കും. അപ്പോ പനിയൊക്കെ മാറി എല്ലാവരും എൻ്റെ പനീനെ കുറിച്ച് എനിക്ക് വയ്യാന്ന് അറിഞ്ഞപ്പോൾ കുറേ പേര് എന്താ പറയാ എന്നെ അന്വേഷിച്ച് കുറേ പേര് എന്നെക്കുറിച്ച് അന്വേഷിക്കുകയും എനിക്ക് എങ്ങനെയുണ്ട് എന്താണ് ഏതാണെന്ന് കുറേ പേര് എന്നെ അന്വേഷിച്ചു. എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പേര് എന്നെ സ്നേഹിക്കാനുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒന്നും പറയില്ല. ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും കുറേ പേര് ഫോൺ വിളിച്ച് ചോദിച്ചു. വാട്സപ്പിലും ഈ സൈഡ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഈ സൈഡൊക്കെ ഞാൻ കാണിച്ചു തരാം. എത്ര പേര് എന്നെക്കുറിച്ച് വിഷ് ചെയ്തിട്ടുണ്ട്, എന്താ എൻ്റെ വിശേഷങ്ങൾ തിരക്കിയിട്ടുണ്ട്. ഞാൻ ഇതിൽ കൂടുതൽ എന്താ ഇപ്പം ഞാൻ ഒരുപാട് സക്സസ്ഫുള്ളായ ലൈഫിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് പനിയാന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തർക്കും എന്തൊരു സങ്കടമാണ്. എനിക്ക് അതന്നെ മതി. എനിക്ക് വലിയൊരു ആശ്വാസം. പനി കുഴപ്പമില്ല, എന്നാലും ചെറിയൊരു ക്ഷീണം എൻ്റെ ഫേസിൽ അറിയുന്നുണ്ട്, തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ മോർണിംഗിലെ. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം അല്ലേ. ഓക്കേ. ഹലോ ഗൈസ്, അപ്പം എൻ്റെ പേക്കോലം കണ്ടില്ലേ. ഇനി നമ്മൾ അതായത് അപ്പോൾ എന്നെ കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫോൺ ഇങ്ങനെയല്ലേ വയ്ക്കാൻ പറ്റുള്ളൂ. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഈ ടേബിൾ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂട്യൂബിൽ 3-4 വീഡിയോ കണ്ടിട്ടുണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കുറേ സാധനങ്ങൾ മാറ്റാനുണ്ട്. ആവശ്യമല്ലേ കുറേ പാത്രം, എല്ലാ ചണ്ടി പണ്ടാരും ഇതില്ലേ. ചായ കുടിച്ച ഗ്ലാസ്, ഉറുമ്പ് വേറെ വന്നിരിക്കണം. തലയിലിങ്ങനെ ഹെൽമെറ്റ് ഇവിടെ വെച്ചു. പിറന്നാളും ഇതാക്കിയ തൊപ്പിയുള്ളതാ. എന്നിട്ടോ അങ്ങനെ ശരിയല്ലേ. ഓക്കെ, ഫൈനായി ടേബിൾ നമ്മൾ വെറുതെ ആക്കി. ഇതാ ഈ ടേബിൾ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് സാധനം കയ്യിലുണ്ടോ? അപ്പോൾ നമ്മൾ എടുത്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇത് അമ്മയുടെ റൂമാണ്. എന്തായാലും നമ്മൾ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാൻ പോവല്ലേ. അപ്പോൾ ഞാൻ തലയൊക്കെ കെട്ടാം. കുറച്ച് വൃത്തിയായിരിക്കാലോ എന്തെങ്കിലും. അല്ലെങ്കിൽ പറയില്ലേ എന്താ ഒരു കോലമാണ്. കുറേ പേര് പറയോ ഇല്ലയോ? പറയില്ലേ. എന്തായാലും വീഡിയോ ഇടാൻ കുറച്ച് വൃത്തിക്കൊക്കെ ഇട്ടൂടെ എന്നൊക്കെ പറയില്ലേ. എന്തായാലും പറയും. ഈ കാലത്ത് നല്ല ചെയ്താലും കുറ്റമാണ്, കെട്ട ചെയ്താലും കുറ്റമാണ്. അപ്പോഴോ ഒരു തമിഴ് ഡയലോഗില്ലേ,
ഒരു തമിഴ് ഡയലോഗ് ഇന്നലെ പറഞ്ഞില്ലേ? ആ അതെന്താ ഡയലോഗ്? ആ ഓക്കെ അത് അങ്ങനെ ചെയ്യാം. പുഷ്പത്തിന് അവൻ്റെ കമ്മെന്നും അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. അപ്പം എന്തായാലും വീഡിയോ ചെയ്യല്ലേ. കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് വൃത്തിയില്ലാതെ പറയില്ലല്ലോ. കമ്മലൊന്നും ആവശ്യമില്ല, വീട്ടിലല്ലേ. ഓക്കേ അങ്ങനെ ചെയ്യാം അല്ലേ. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ യൂട്യൂബ് ചാനൽ 50K ഫെയിം ആകാൻ പോവാണ്, അതായത് ഫാമിലി ആകാൻ പോവാണ്. ഇനി കുറച്ച് പേരും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50K ഫാമിലി ആയി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഇനിയും സപ്പോർട്ട് ചെയ്യുക. കുറേ ഞാൻ വീഡിയോ ഒന്നും ഇടില്ല, കണ്ടൻറ്റ് കിട്ടാനാണ് പൊതുവേ ഞാൻ വീഡിയോ ഇടാത്തത്, അതുകൊണ്ട് വേറെ ഒന്നുമല്ല. ഇന്ന് ഞാനൊന്നും ഡേ ഇൻ മൈ ലൈഫ് ഒന്നും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ വെച്ചിട്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തപ്പോൾ ഒരുപാട് വീഡിയോസും ഒരുപാട് കാര്യങ്ങളും നല്ല നല്ല കമൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് ചെയ്യാം. കുറേ പേര് പറഞ്ഞു ഒരു ലെങ്ത്ത് വീഡിയോ ഇടുമെന്ന്. അപ്പോൾ ഡെയിലി നമ്മൾ ലെങ്ത്ത് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ മാസത്തിൽ 2-3 പ്രാവശ്യമൊക്കെ ഇടുന്ന കുഴപ്പമൊന്നുമില്ല. എനിക്ക് പൊതുവേ കണ്ടൻറ്റ് കിട്ടാണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എന്ത് കണ്ടൻറ്റ് കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ പോണ വഴിക്ക് എങ്ങനെ പോട്ടെ, ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ ആക്കാം. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഏതെന്നൊന്നും അറിയില്ല. നെയ്ക്കിന്ന് എൻ്റെ ചേച്ചി ആരി വാങ്ങിയതാണ്. എന്താണ് ബ്രൈഡ് ക്രൗ ഉണ്ട്, അങ്ങനെ എന്തോ കാണുന്നുണ്ടോ? 20.1 ml ഇതിൻ്റെ അത് കാണുന്നില്ല, കോഡ് കാണുന്നില്ല. ഇത് നൈക്കിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല ലിപ്സ്റ്റിക്കാണ്, ലോങ് ലാസ്റ്റാണ്, കിസ്സിങ് ആണ്. ആര് പറഞ്ഞെങ്കിലും ആറഞ്ച് കുറഞ്ഞൊന്നും കിസ് ചെയ്യാം, അപ്പോൾ പോവില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അടുക്കള ഒഴിഞ്ഞ് കിട്ടി. ചിക്കൻ കറി അതാ അടുപ്പിൽ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അങ്ങനെ ഇതാ ഞങ്ങളിതാ റെഡിയായി. ഒക്കെ സാധനങ്ങളൊക്കെ നിരത്തി കഴിഞ്ഞു. ആര് എവിടെയെന്ന് ചോദിച്ചു കുറേ പേര്. അതാ ആര് ഇവിടെ ഉണ്ട്. മോർണിംഗ് തന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട്, കുഴപ്പമില്ല. വീഡിയോ ചെയ്യുന്നു പറഞ്ഞപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ആര്യൻ്റെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആര്യ ചിക്കൻ കറിയാണ്. അതെ, എൻ്റെ മക പത്തിരിയാണ്. അപ്പോൾ ആര്യ എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ പേര് ചോദിച്ചു ഞങ്ങള് എന്താണ് റിലേഷൻ, എങ്ങനെയാണ്, ഏതാണ്. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ ഇടുന്നതായിരിക്കും. ഞങ്ങളുടെ റിലേഷനും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. എന്താ ഞങ്ങൾ എപ്പോഴും ഒപ്പം, എന്താ എല്ലാ വീഡിയോസിലും ഒപ്പം എന്നൊക്കെ ചോദിക്കുന്നവരോട് ഒരു കാര്യമുണ്ട്, ഞങ്ങൾ വഴിയെ പറഞ്ഞുതരാം അല്ലേ. അപ്പൊ ഞങ്ങൾ പണിയിലേക്ക് കിടക്കാണ്. സാപ്പിടുണ്ട്, എന്തെങ്കിലും വിശന്നിട്ട് വാങ്ങിയ ഒരടുപ്പേ ഉള്ളൂ. അപ്പൊ വേഗം ചിക്കൻ കറി ആയാലും നമുക്ക് വേഗം പത്തിരി ചുടാൻ പറ്റുള്ളൂ. അപ്പലു കമോൺ പറത്തു ഉരുണ്ടയാക്കൂ. ഓക്കെ, അപ്പൊ ഞങ്ങള് ലെറ്റ്സ് സ്റ്റാർട്ട്. എന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ്പലോ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ തൊട്ടടുത്ത് കിടക്കണം ബെൽ ബട്ടൺ നിർത്തണം. എന്നാലേ അതെ അടിച്ച് തിമർക്കണം. എന്നാലേ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ പണി തുടങ്ങാൻ പോവാണ്. യുദ്ധം ആരംഭിക്കട്ടെ. എന്താണ് എന്തോ കാണിച്ചു. ഇവിടെ സൈഡായിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, എന്താ അപ്പം തിന്നണ? മഴക്ക് തിന്ന വയറിളകും. ഓക്കെ, മനസ്സാണ് നമ്മുടെ സൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉണ്ടയാക്കി ഫസ്റ്റ് ടൈം ട്രൈ അഗെയിൻ. നമ്മളുടെ ശക്തിയൊക്കെ അങ്ങോട്ട് എടുക്കുക, എന്നിട്ട് ചട്ടിയിലെടുക്കുക, പരത്തി കൊടുക്കാം. എങ്ങനെയാവും എന്തോ ഒന്നും എനിക്കറിയില്ല. കുഴപ്പമില്ലല്ലോ. വരുന്നുണ്ട്. എടി പാട്ട് കമ്മയൊക്കെ വെക്കിട്ടാ.
എനിക്ക് കോപ്പി പേസ്റ്റ് ആവും, പിന്നെ അക്കൗണ്ട് ഇതാവും. ഇല്ലല്ലോ, മ്യൂട്ട് ചെയ്യുന്നില്ലല്ലോ, ഇങ്ങനെ പോസ്റ്റ് ചെയ്യണോ? ഓക്കെ, അപ്പോ ഫൈനായിട്ട് കീറിപ്പോയി ആദ്യത്തെ. നോക്കട്ടെ, ഇത് 10 പോലെ വരുന്നില്ലല്ലോ. അളവ് കറക്റ്റായി നോക്കട്ടെ നമുക്ക്. സോറി ഡി ആടി കണ്ട ആദ്യമായിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഒന്നുകൂടി ബാക്കാം. അവിടെ ഉണ്ടല്ലോ കുറച്ചുകൂടെ. ആക്ച്വലി ഒന്നും കൂടെ നമ്മളെ ശരിയായില്ല. ഫസ്റ്റ് ഒന്നും കട്ട് ചെയ്യില്ല മോളെ, എനിക്ക് വയ്യ. രണ്ടാം പക്ഷേ അല്ലേ അങ്ങനെ ചെയ്യാം. ആക്ച്വലി ഇതാ മാവ് ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം അത് പോരാ. അത് കാരണം കൊണ്ടാണ് തോന്നുന്നു. നമ്മൾ ചപ്പാത്തി പരത്തി പോലെയാണ് ഇത് പരത്തി കൊടുക്കുന്നത്. നമ്മൾ വേറൊന്നും അല്ല കേട്ടോ. നമ്മൾ അത് ഇതിൻ്റെ വീഡിയോ കാണിക്കാൻ വിചാരിച്ചു, പക്ഷെ എന്തായാലും ചുട്ടും കാര്യങ്ങളും വേറെ വഴിയില്ല. അപ്പോഴും നല്ല വലിയ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാണിച്ചു തരാം. അപ്പോഴും കുറച്ചും കൂടെ വലുതാക്കിയോട്ടാ. ഇതാ വലുതാക്കിയപ്പോ ഇതാ വലുതായി. അപ്പോഴും മാമന് പോലെ എനിക്ക് എന്താണ് ചെറുപ്പം മുതലേ ഉള്ളൊരു വലിയൊരു ഇതാണ്. ഞാൻ എന്റെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ, കീർത്തന അതാ കാണാത്തവര് കണ്ടല്ലോ കേട്ടോ. കുറേ പേര് ആ ഇന്റർവ്യൂ കണ്ടിട്ട് മാമന്റെ മോളിൽ ചോദിച്ചില്ലേ, ഡെലീഷ്യസ് പാൽ പറ്റിയായിട്ടോ. അതാ കീറാതെ കേടുകൂടാതെ കിട്ടിട്ടാ അമ്മോ, കിട്ടി കിട്ടി മക്കളെ കിട്ടി. അങ്ങനെ നമുക്ക് കിട്ടി. അപ്പൊ നമ്മള് വീണ്ടും അതുപോലെ ചെയ്യാൻ പോണ്. 10 ആയി. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഓക്കെ ഗൈസ്, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയോളൂ. ഞാൻ ഇതാ ഓഫ് ചെയ്യാൻ പോണ്. ഒരുവിധം എന്താ ചെറുത് വന്നിട്ടാ. ഹായ് പറയൂ. ഗുഡ് മോർണിംഗ്. നിനക്ക് അറിയണമല്ലോ, അറിയാന്ന് പറഞ്ഞിട്ട് നാളൊക്കെ പറക്കണോ. ഇതാ നോക്കിയോ, ഇനി അവിടെ നിന്നതായാലും കൊണ്ടാണ്. ഹലോ, ഒരു കാര്യം പറയാ. മോർണിംഗ് ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞ് വന്നോ? രണ്ടോ ഇതോട് പറയിപ്പിക്കരുത്. നല്ല രീതിയിൽ ഡീസന്റ് വർക്കണ വരെ ഏറ്റവും സമ്മതിക്കുന്നില്ല. ചിക്കൻ കറി ആയോ മാം? എന്താ നീ ഇത്ര കാണിച്ച് ഇതാക്കണ്? ഇത് ഇത്ര ഇതാക്കിയതിന് പത്തിരി അതുപോലെ ആവും. ഇന്നൊരു പത്തിരി കഥയാണ് ഗൈസ്, പത്തിരി കഥ. ഗൈസ് അങ്ങനെ പത്തിരി ഉണ്ടാക്കിയതിന്റെ ഷോയാണ് കാണുന്നത് നിങ്ങള്. ഇതാ ഫുള്ള് മാവ്. യുദ്ധം കൈമാറി കഴിഞ്ഞു നമുക്ക്. ഇതാ നല്ല പുറത്ത് നല്ല മഴയുണ്ട്. ഇതാ നോക്കി, ഇതാ നല്ല മഴ അല്ലേ. അങ്ങനെ ഇപ്പോ കൈമാറി
ആർക്ക് ഹലോ ഗായ്സ് അങ്ങനെ ചെയ്യല്ലേ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതുനേരം പഠിച്ചപ്പെട്ട് വയ്യാതായപ്പോൾ ഏട്ടൻ ഒരു ട്രിക്കുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സക്സസ് ആയി. അപ്പോൾ അതുമായിട്ട് പോകുന്നു. ഇനി നമുക്ക് ഇതാ അവിടെ പാട്ടുകാരി എവിടെതാ നമ്മളുടെ ആര്യയുണ്ട്. കുക്കിംഗ് ടൈമാണ്. അതാ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ നമ്മുടെ പത്തി ഏകദേശം എന്താ ചുട്ട് കഴിഞ്ഞു കേട്ടോ. ചിക്കൻ കറി ആയി. സ്പെഷ്യൽ ചിക്കൻ കറി, ഉച്ചക്കുള്ള ചോറ്. ഞാനിവിടെ സോങ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഐസ്ക്രീം 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 സ്ട്രോബെറി ഐസ്ക്രീമാണ് കേട്ടോ. എന്താണ് സ്കീ ടൈം. ഓക്കെ, സ്കീ ടൈം. അത് നല്ല വർക്കിലാണ് കേട്ടോ. അതാ നല്ല വർക്ക് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോ ഇതെന്താണ് സ്കീ. നമ്മള് ബിഗ് ബോക്സിൽ കണ്ടത് പോലെ സ്കീ ടൈം. സ്കീ കഴിക്കൂ, എൻജോയ് ചെയ്യൂ. ബിഗ് ബോസിൽ നമ്മൾ പറയില്ലേ സ്കീ ടൈം, അതുപോലെ. അപ്പോ ഏകദേശം പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനി നമ്മള് വൈകുന്നേരത്തെ ഏകദേശം ഇതാ. എന്നിട്ട് ഇതൊക്കെ ഇനി മാറ്റണം. കുളിച്ചൊന്ന് മേല് കഴുകാന്ന് വിചാരിക്കുന്നു. അങ്ങനെ മാവട ഫുള്ള് ശരീരത്ത്. ഏട്ടൻ ഇവിടെ പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ അപ്പലും ഉണ്ട് കേട്ടോ. അതാ കൊമ്പത്ത് കറികട്ടി ഗോപാലൻ കുശ്മിട്ടു പറഞ്ഞ പോലെ. അപ്പലോ അവള് പറയണോ എന്തൊക്കെയോ പറയണവള്. കാണടി അവിടെ ഏതാ കൊമ്പത്ത് കലട്ടി ഗോപാലൻ കുശ്മിട്ട് പറഞ്ഞ പോലെ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഇതാ ഫുഡ് കഴിക്കാൻ റെഡിയായി. ഏട്ടാ പിന്നെ അതിന് ശേഷം എന്താ ചെറുതായിട്ടൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട് പത്തിരി. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ കറിയും പത്തിരിയും കൂടെ. ചിക്കൻ കറിയും പത്തിരിയും നല്ല കോമ്പിനേഷനാണ്. നെയ്സ് പത്തിരിയാണ്, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെറുതായി കട്ടി കൂടിയതന്നെ ഉള്ളൂ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പലുമാണ് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം എല്ലാവരും വട്ടത്തിലിരുന്ന് ഫുഡ് കഴിക്കുന്നു. എല്ലാവരും വട്ടത്തിലിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഫുഡിന് സ്വാദ് കൂടും പറഞ്ഞത് നല്ല എവിടെയോ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയാണോ ഫുഡൊക്കെ കഴിക്കാറ്? ഫാമിലിയുടെ ഒപ്പം എൻജോയ് ചെയ്തിട്ടാണോ ഫുഡൊക്കെ കഴിക്കാറ് എന്നൊക്കെ പറയണേ. അപ്പോൾ അപ്പല് വിളിച്ചപ്പോൾ അപ്പല് ഫുഡ് കഴിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യുന്ന തീരെ ഇഷ്ടമല്ല ഒന്നാമത്. പിന്നെ അതിന് ശേഷം ഏട്ടനുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഏട്ടാ? ഭാഗമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന് ശേഷം എൻ്റെ ഊഴാണ്. എങ്ങനെയുണ്ട് നോക്കട്ടെ ഞാനും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതല്ലേ, കുറ്റം പറയാനൊന്നുമില്ല, നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ അങ്ങനെ കറിയിൽ മുക്കി പല്ലൊക്കെ അടിച്ച് മൃദുലമായി വെച്ചു. അരിഞ്ഞു പോയി വായിൽ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ സിനിമ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഫോണിൽ യക്ഷിനി പറഞ്ഞിട്ടൊരു സിനിമയുണ്ടായിരുന്നു, അത് കാണുന്നുണ്ടായിരുന്നു. നല്ല സിനിമയായിരുന്നു. പിന്നെ അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ചിട്ട് തരാം. ഓക്കെ, ബൈ. ഹായ് ഗായ്സ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് നേരം ഇൻസ്റ്റാഗ്രാം ലൈവിന് പോയി. അപ്പോൾ കുറേ നേരം ചിരിച്ചു. എന്തിനുള്ളതാണെന്ന് അറിയില്ല, കരയാനുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇടയിൽ കൂടെ ചേട്ടൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക്. ഇതാണ് സ്ട്രോബെറി. നിങ്ങൾ വിചാരിക്കും സ്ട്രോബെറി ആണ് എന്ന്. എന്നിട്ട് വാ ഷർട്ടിട്ടില്ല, സ്ട്രോബെറി ആണെന്ന്. ഇപ്പോൾ ഷർട്ടിട്ടു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സ്ട്രോബെറി ആണെന്ന്, ബാഗാണെന്ന് അല്ലേ? സ്ട്രോബെറി ബാഗ് അല്ലേ? ഇങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള ബാഗാണെന്ന് വിചാരിക്കും. സോ സോറിയാണ്. ഇതിലൊരു ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട് അല്ലേ ഏട്ടാ? അല്ലേ? ഒളിച്ചിരിക്കുന്ന ആളെ നമുക്ക് കണ്ടുപിടിച്ച് ബാഗാക്കാം. മിടുക്കൻ മുയലച്ചൻ മടി മടിയൻ മറിയാമ കടിപിടി കൂടിത്തൊരു നാളിൽ
കഥയത് പാട്ടിൽ പാട്ടായി. താങ്ക് യു സോ മച്ച് ചേട്ടാ, ഒരുപാട് ഇഷ്ടമായി. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഏതോ ഒരു പെണ്ണ് ചേട്ടന് ഗിഫ്റ്റ്. അതെ അതെ, എനിക്ക് ഫ്ലിപ്കാർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി ഗിഫ്റ്റ് തന്നു. നിങ്ങൾക്ക് മാത്രല്ല ഫാൻസ്, എനിക്കും ഫാൻസ്. ഓക്കെ ഓക്കെ, എനിക്ക് ഫാൻസ് ഇല്ല, ഞാൻ സമ്മതിച്ചു. അതായത് ഇന്നലെ മുതൽ പറഞ്ഞു എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഒരു പെണ്ണ് ഗിഫ്റ്റ് അയക്കുന്നത്. അപ്പൊ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അയക്കാൻ എന്താണ് ഒരു മണ്ടിയാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുകയല്ലേ ചെയ്യാല്ല. ഫ്ലിപ്കാർട്ടിൽ വർക്ക് ചെയ്യുന്ന കുട്ടി ഓക്കെ സമ്മതിച്ചു. ഞാൻ നിങ്ങൾ പിടിച്ച മൊയിലിന് 2 ചെവി, ഞാൻ പിടിച്ച മൊയിലിന് ചെവിയേ ഇല്ല. ഓക്കെ സമ്മതിച്ചു. ഓക്കെ ഫൈൻ. ഓക്കെ 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 ഞാൻ സമ്മതിച്ചു. ഓക്കെ അങ്ങനെ വഴിക്ക് വീഴാനല്ല. ഓക്കെ അപ്പൊ പറഞ്ഞു കൊടുക്കുന്നത് എവിടെ നിന്ന് വാങ്ങിയെന്നുള്ളത്? ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ 276 രൂപ നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. അപ്പൊ എല്ലാവർക്കും ഉറപ്പുള്ള പൈസയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കുഞ്ഞാവയ്ക്കൊക്കെ വാങ്ങി കൊടുക്കണമെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുമെന്ന്. എത്ര ദിവസമായി ഓർഡർ ചെയ്തിട്ട്? 2-3 ദിവസമായി. പക്ഷെ നല്ലൊരു ഗിഫ്റ്റാണ്. പ്രത്യേകിച്ച് എക്സ്പെഷ്യലി എന്തോ ഗേൾസിലേക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാവും. അയ്യോ, അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാണുമ്പോ ഒരു ഫ്രൂട്ട്സ്, ഉള്ളിലൊരു കിളി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും വൈകുന്നേരമായി. അപ്പോൾ ഗുഡ് ഈവനിങ്. അപ്പോൾ പാത്രമൊക്കെ വരുന്നുണ്ട്. അതാ ഞാൻ പാത്രം കഴുകാൻ വന്നായിരുന്നു. ഇവള് കുളിച്ചിട്ടില്ല കേട്ടാ, രാവിലെ മുതൽ ഈ ഡ്രസ് തന്നെയാണ്. പാത്രം കഴിക്കണം ടാപ്പിലോ. ഓക്കെ, ഉള്ളൊക്കെ അടിച്ചു വിട്ടല്ലേ. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ എല്ലാവരും ചായ കുടിച്ചോ എന്നൊക്കെയുണ്ട്. പിന്നെ അപ്പോൾ ഇന്ന് വൈകുന്നേരം ബിഗ് ബോസ് സീസണിലെ ഫൈനലാണ്. അപ്പോൾ ആര് ജയിക്കുമെന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പോൾ നമുക്ക് വൈകുന്നേരം 7 മണിയാകുമ്പോൾ കാണാം. പിന്നെ എന്താണ്, എല്ലാവരും ഹാപ്പി ആയിരിക്കുക കേട്ടോ, അതേ പറയാനുള്ളൂ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. പിന്നെ പറയണ്ടായിരുന്നു എൻ്റെ ആര്യ, ബയോളജിക്കൽ സിസ്റ്റർ. അപ്പോൾ അവളെ കുറിച്ച് പറയുകയാണെങ്കിൽ മൈ സെക്കൻഡ് മദർ എനിക്ക് പറയാം. ഞാൻ അവൾ വരട്ടെ കേട്ടോ, എന്നിട്ട് കാണിക്കാം. പിന്നെ കുറേ പേര് പറഞ്ഞു എത്രയൊക്കെ ഇതായാലും സൗണ്ട് കാരണം കൊണ്ട് തിരിച്ചറിയുന്നില്ല, സൗണ്ടിൽ ട്രാൻസ് ആണെന്ന് പറഞ്ഞു. എനിക്ക് ട്രാൻസ് ആണെന്ന് അറിയാം. ഐ എം പ്രൗഡ് ഓഫ് യു. ഞാൻ ട്രാൻസ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു മടിയില്ല. എൻ്റെ സൗണ്ടിൽ പോയി എന്നൊക്കെ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സൗണ്ട് ഞാനിങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. എനിക്ക് ഇനി സൗണ്ടിൻ്റെ മാറ്റി സംസാരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ ആര്യനെ കാണാം. ആര്യ വന്നിട്ടുണ്ട്. ഇതാ ഞങ്ങൾ എത്ര നേരം എല്ലാവരും ഉറങ്ങായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ബോണ്ടിങ്, അതായത് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഞങ്ങൾ ഒരു ക്ലൂ തരാം. ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ എന്തായാലും വരാം. ഞങ്ങൾ വ്ളോഗായിട്ട് ഇടാനാണ് പ്ലാൻ ചെയ്തത്. ഞങ്ങൾ വേറെ ചോദിക്കുന്നുണ്ടാട്ടോ അങ്ങനെ. കാരണം ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ, പിന്നെ ഞങ്ങൾ ഇടുന്ന സ്റ്റോറിയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ടൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഞങ്ങൾ പേഴ്സണലായിട്ട് അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ എങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ്, എങ്ങനെയുള്ള ബോണ്ടിങ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ.
ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. എന്താണ് കുറേ പേര് ഇൻ്റർവ്യൂ തരുമോ, ഞങ്ങൾ രണ്ടുപേരുമായിട്ട് ഇൻ്റർവ്യൂ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ വ്ളോഗിൽ തന്നെ അതെ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താണ് ഞങ്ങൾ ആ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരിൻ്റെ ഞങ്ങളൊരു ബയോളജിക്കൽ സിസ്റ്ററാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കാണാം വീണ്ടും. ഓക്കെ, അപ്പോൾ നമ്മളേതാ ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ആണ്. അപ്പോൾ നമ്മൾ ഗ്രാൻഡ് ഫിനാലെ കാണാൻ പോകും. ഗ്രാൻഡ് ഫിനാലെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഇനി റിസൾട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ. ആർക്കറിയും? നമുക്ക് കണ്ടാലല്ലേ അറിയുള്ളൂ. ജാസ്മിൻ അറിയില്ല കേട്ടോ. ഇതൊക്കെ പറഞ്ഞേ ബോസ് തുടങ്ങിയപ്പോൾ ആവശ്യത്തിൽ ഒരേ ഡാൻസ് ഒക്കെ ആയിരുന്നു. ഏതെങ്കിലും ഒരു തോണി കാല് രണ്ട് തോണി കാല് വെച്ചാ കാല് കീറി പൊളിയും. ഹോട്ട്സ്റ്റാറിലാണ് ബിഗ് ബോസ് കണ്ടത്. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ച ആൾക്കൊന്നും അല്ല. അതിൻ്റെ ഒരു ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ആർക്ക് കിട്ടിയാലും സന്തോഷമുള്ളൂ. അവർക്ക് സന്തോഷമാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ആര്യ സ്പീഡ്. അപ്പോൾ നമ്മൾ ബിഗ് ബോസ് ഒക്കെ കണ്ടു. ജിജോ ചേട്ടനാണ് ജയിച്ചത്. ആര് ജയിച്ചത് സന്തോഷം തന്നെയുള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ച് ജാസ്മിൻ ആയതുകൊണ്ട്, പക്ഷേ എന്താണെന്ന് അറിയില്ല, ലാസ്റ്റ് കൊണ്ട് ഇങ്ങനെയായി. എന്താണ് നമുക്കറിയില്ല. അതൊക്കെ ഒരു ഷോ അല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്താവുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ട് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും കൂടെ അമർത്തി പൊട്ടിച്ചാലേ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബായ്. നല്ലൊരു ശുഭദിനം. നാളെ ഈദ് മുബാർക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാർക്ക്. ഓക്കെ, bye. Thank you for watching my video.